എന്താ? അലാ ഉഖ്ബിറുകും ബിൽ മുഅ്മിൻ, ഒരു വിശ്വാസി ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ അമിനഹുന്നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം, മറ്റൊരാളുടെ തനിക്കവകാശപ്പെടാത്ത തന്റെ ജ്യേഷ്ഠന്റേതായാലും മനുഷ്യന്റേതായാലും പിതാവിന്റേതായാലും അയൽവാസിയുടേതായാലും കൂടെയുള്ള പാർട്ട്ണറുടേതായാലും തനിക്കവകാശമില്ലാത്ത ഒരു നയാ പൈസ പോലും തിന്നാത്തവനാണ് മുഅ്മിനെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പൊ തിന്നാലോ അയാൾ മുഅ്മിനല്ല. മറ്റൊരാളുടെ സമ്പാദ്യം തിന്നാൽ അയാൾ മുഅ്മിനല്ല. കമ്മീഷൻ വാങ്ങുന്നവർ മുഅ്മിനല്ല. എങ്ങനെ കമ്മീഷൻ? പള്ളിക്ക് വേണ്ടി നമ്മൾ പിരിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോവുകയാണ്, പള്ളിക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് 10ഉം 20ഉം 30ഉം ലക്ഷവും പിരിച്ചു വന്നിട്ട് ഇവിടെ വന്നു നോക്കുമ്പോൾ പിരിച്ചതിന്റെ 40%, 30%, 10%, 20% ഒക്കെ പിരിക്കാൻ വേണ്ടി പോകുന്നവർ അവർക്ക് നൽകുകയാണെങ്കിൽ ആ തിന്നുന്നത് ഹറാമാണെന്ന് മനസ്സിലാക്കണേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതെങ്ങനെയാണ് നമ്മൾക്ക് ഹലാലാവുന്നത്? ആളുകൾ തന്നത് പള്ളിക്കാണ്, പള്ളി നിർമ്മിക്കാൻ ആളുകൾ തന്നതിന്റെ 30% നിന്റെ വയറ് വീർപ്പിക്കാൻ ഉപയോഗിക്കാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? ഇല്ലേ? വീട്ടിലേക്കൊക്കെ പല റിസീവർമാരും വരും, സ്ഥാപനങ്ങളുടെ റിസീവർമാർ, പള്ളിയുടെ മദ്രസയുടെ പിരിവിന് വേണ്ടിയിട്ട് പല ആളുകൾ വരും. കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷേ അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട് വീടാന്തരം കയറി പള്ളിയും സ്ഥാപനത്തിന്റെയും പേര് പറഞ്ഞിട്ട് 1000, 2000 കിട്ടി ഒരു ദിവസം. 30 ദിവസം നടന്നപ്പോ 60,000 അല്ലെങ്കിൽ 1,00,000 രൂപ അയാൾ കിട്ടി. പിന്നെ പള്ളിയുടെ സംഘാടകർ അവരോട് പറയാണ്, ഇതിന്റെ 30% നിനക്കാൻ. എത്ര? 1,00,000 കിട്ടിയ 30,000 രൂപ അയാൾക്കാണ്. നാട്ടുകാർ അയാൾക്കാണോ 30,000 കൊടുത്തത്? പള്ളി നിർമ്മിക്കാനല്ലേ, മദ്രസയ്ക്കല്ലേ? പിന്നെ എങ്ങനെ ഇയാൾക്ക് അവകാശപ്പെടും? കമ്മിറ്റിക്കാർക്ക് ശമ്പളം കൊടുക്കാം, നീ ജോലി ചെയ്തതിന്റെ ശമ്പളം കൊടുക്കാം എന്നല്ലാതെ പള്ളിക്ക് വേണ്ടി കൊടുത്തതിന്റെ 30% കൊടുക്കലും വാങ്ങലും ഹറാമാണ്. ഒരു മനുഷ്യന്റെ വയറ് വീർപ്പിക്കാനാണോ പള്ളിക്ക് വേണ്ടി നൽകിയ സമ്പത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? എന്തൊരു മോശമാണത്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി ഒരു സഹാബിയെ പറഞ്ഞയച്ചു. സഹാബി തിരിച്ചു വന്നപ്പോൾ സഹാബിയുടെ കയ്യിൽ ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്, ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട്. അപ്പൊ സക്കാത്തിന്റെ മുതലൊക്കെ കൊണ്ടുപോയിട്ട് നബി തങ്ങൾക്ക് കൊടുത്തു. അപ്പൊ അതോ, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് നബിയെ എന്ന് പറഞ്ഞു. ഗിഫ്റ്റ് കിട്ടിയതാണ്, ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. അപ്പൊ നമ്മൾ ഗൾഫിൽ പോവാണ് ഒരു സ്ഥാപനത്തിന്റെ പിരിവിന് വേണ്ടിയിട്ട്. സ്ഥാപനത്തിന് എല്ലാവരും ലക്ഷങ്ങളൊക്കെ തന്നു, ഒരു 19 ലക്ഷം രൂപയായി. അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്തു? ഒരാള് അവിടുന്ന് വന്ന ഒരു മൊബൈൽ പിടിച്ചോ, ഒരു ഗിഫ്റ്റ്, ഒരു മൊബൈൽ തന്നു, ഒരു ടാബ് തന്നു. അങ്ങനെ തന്ന് ഞാൻ ഈ ടാബും മൊബൈലും പൈസയൊക്കെ ആയിട്ട് വന്നിട്ട് സ്ഥാപനത്തിൽ, പ്രശ്നമില്ല, ഇത് എനിക്ക് അവകാശപ്പെട്ടതാണ്, കാരണം എനിക്ക് ഗിഫ്റ്റ് സ്ഥാപനത്തിന് തന്നല്ല, പോയപ്പോ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്, ശരിയാണ്, പറയുന്നത് ന്യായമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടി, ആ ഗിഫ്റ്റുമായി നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. നബിയെ, ഇതെനിക്ക് തന്നതാണ്, എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് നബിയെ. അപ്പൊ നബി തങ്ങള് മിമ്പറിൽ കയറിയിട്ട് ഒരു പ്രഭാഷണം നടത്തി. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലിരുന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുമായിരുന്നോ എന്ന് നബി തങ്ങൾ ചോദിച്ചു. ചില ആളുകൾ പറയുകയാണ്, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന്, ഇതെനിക്ക് സമ്മാനമായി തന്നതാണെന്ന്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്നിരുന്നുവെങ്കിൽ നിങ്ങളെ സകാത്ത് പിരിച്ചെടുക്കാൻ ഞാൻ പറഞ്ഞയച്ചത് കാരണത്താലല്ലേ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നിരുന്നുവെങ്കിൽ ഇത്തരം ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുമായിരുന്നോ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്. അതുപോലും അപകടമാണ്. പിന്നെയല്ലേ സമ്പാദ്യത്തിന്റെ 30%, 20%, 10% ഒക്കെ പിരിച്ചെടുക്കാൻ വേണ്ടി പോയ ആളുകൾക്ക് നൽകുന്നത് അപകടമാണ്. മുഅ്മിനീങ്ങളെ, ഇത് അല്ലാഹു തആല ഒരു ദുആയോ ഒരു പ്രാർത്ഥനയോ സ്വീകരിക്കൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സമ്പാദ്യങ്ങളിൽ